നമ്മളവിടെ ആ ചട്ടിന്റെ വണ്ടി മൂന്നെണ്ണുണ്ടല്ലേ അത് വിട്ടുണ്ട് മുട്ടന് പോകുന്നത് അതെ ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ സകനൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ലല്ലോ വിളിച്ചിട്ടുണ്ടായില്ല മുട്ട പോരോ നിങ്ങള് മുട്ടാക്ക് വിളിച്ചത് മറ്റേ ഇവിടുത്തെ അല്ലേ വേറെ ആർക്കും വിളിച്ചാറുണ്ടോന്നല്ലോ അല്ല എന്തായാലും ഇത് കുറച്ച് വിടണം അവര് വന്നിട്ട് പിന്നെ ഞാൻ കൊണ്ടുപോയിടലും അവര് വരലൊക്കെ പാടെ ബുദ്ധിമുട്ടാണ് ആർക്കും വിളിച്ചോളൂ നിങ്ങളങ്ങനെ വിളിച്ചോളൂ പെണ്ണാണേ ഭക്ഷണം കമ്മിയാണ് ശരീരം ഉണ്ടോ ഉണങ്ങിയേക്കണേ പക്ഷെ ശരിക്കും കറക്റ്റ് ഭക്ഷണം ഉണ്ടെങ്കിൽ ഇതൊന്നും നല്ല ഉഷാറ് അതാണ് 4 മുട്ട പാമ്പിനേക്കാളും വലിപ്പമുണ്ട് പത്തി വലിപ്പമുള്ള പാമ്പ് അതുകൊണ്ട് കാണാനൊരു ഭംഗിയുണ്ട് ഞാനിങ്ങനെ ചർച്ചക്കാരെ വിളിച്ചിട്ട് നമ്പർ കിട്ടിയതേ അപ്പൊ നോക്കുമ്പോ വാപ്പാന്റെ എല്ലാവരെയും നമ്പർ എനിക്ക് തന്നു അപ്പൊ ആരെ വിളിച്ചിട്ട് ഞാൻ വിളിച്ചു BSNL നമ്പറാണ് പാമ്പ് ഒതുങ്ങിന്ന് കളിക്കില്ല നേരത്തിനാണ് ദീപേ ഈ ചെരുപ്പോണ്ട് കളിപ്പിക്കും ഞാൻ നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നല്ല ചാൻസ് കൊടുക്കാം അതെ അല്ല വീഡിയോ വെക്കട്ടെ ഇത് വീഡിയോ വെക്കണം ഫോട്ടോ ലാസ്റ്റ് എടുത്താൽ മതി നിങ്ങളുടെ കയ്യിൽ സാധനം ഇന്നെ യൂട്യൂബ് കയറ്റാം ഞാൻ പൊക്കി യൂട്യൂബിൽ ഇന്ന് തന്നെ കയറ്റാം നല്ല എടുത്തുക്കൊന്നു അല്ലാണ്ട് ചെരുപ്പ് എടുത്തു കൊടുക്കും എടുത്തേക്ക് പോണ്ട അടി ആളെ ആ മുട്ട അങ്ങോട്ട് പോരണം എന്നാലും ഉഷാറായി കളിക്കും ആ മുട്ട അങ്ങോട്ട് പുറത്തേക്ക് പോരണം എന്നാലും ഉഷാറായി കളിക്കും ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ നിന്നോട്ടോ എല്ലാരും പെട്ടെന്ന് കയ്യിൽ നിന്ന് പോയ ഓടുള്ള ഗ്യാപ്പ് കിട്ടണേ വിശ്വാസം മുതലേ അല്ല നമ്മള് വിശ്വാസമാണ് അല്ല അല്ലയോ പറയാൻ പറ്റില്ല എനിക്ക് അപകടം തോന്നുകയാണെങ്കിൽ ഞാൻ കയ്യിൽ നിന്ന് വിടും ഞാൻ നിങ്ങൾക്ക് അപകടം വരില്ല ഞാൻ ഏറ്റു ശ്രദ്ധിക്കും ഒതുങ്ങി നിക്കണില്ല നിരട്ടാണ് ആ വരവ് ഡേഞ്ചറാ നാവ് നുണച്ചിട്ട് വരുന്നുണ്ട് അത് കൈ കിട്ടിയോ പണിയായി പിന്നെ നല്ല ചാമ്പ്യോ ആ നാവ് നുണക്കണ എന്തിനാലോ കടിക്കാനുള്ള ചാൻസ് ആണ് കടിക്കാൻ വേണ്ടിട്ട് സെൻസ് ചെയ്യാണ് നാവും കൊണ്ട് സെൻസ് ചെയ്യണം അതിന്റെ കറുത്ത ഡ്രസ് അത് ഡേഞ്ചറാണ് കറുപ്പിനോട് ഭയങ്കര ദേഷ്യം കണ്ടില്ലേ ഫോട്ടോസ് കണ്ടില്ലേ ഒന്നുകൊണ്ട് പിടിച്ചേ ഇത് വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ വാള് വരുന്നില്ലേ അതിനിപ്പോ എഞ്ചിന് വാള് ഇത് ബാക്കില് ചിത്രം ഒരു വ്യത്യാസം നല്ല ചന്തണ്ട് കണ്ടോ ചിത്രം ബാക്കിൽ എക്സ്ട്രാ ഒരു പുള്ളി നടുവിലുണ്ട് എല്ലാ പാമ്പുകൾക്കും ഉണ്ടാവില്ല ചില ഭംഗിയുള്ള ആൾക്കാർക്ക് ഒരേ ഇതിനിടാൻ പറ്റിയ ഒരു ഡപ്പ പാത്രം എന്തെങ്കിലും തരും ചേച്ചി ചേച്ചി അതിനിടാൻ പറ്റിയ ഒരു പാത്രം എന്തെങ്കിലും പാത്രം ഡപ്പ എന്തെങ്കിലും അടപ്പുള്ള ഒരു ഡപ്പേ
അല്ലെ തലേണക്കാറാണെങ്കിൽ ബൈക്കിൽ എങ്ങനെ കൊണ്ടുപോവാ കാണൂലാറിഞ്ഞത് അവിടെ നോക്കിക്കോളി കണ്ടില്ലാന്ന് പറഞ്ഞ എടുത്തുപോയ വിവരം അറിയും. ആ അതായത് എന്താ പറയാ ഓരോരുത്തർക്ക് ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോ നിങ്ങൾ പ്രൊഫഷണൽ എന്റെ ആൾക്കാരാണ് പറയാണ്. എനിക്കിപ്പോ ഈ പാമ്പിനെ കുറിച്ച് അറിയണ കാര്യങ്ങള് ഞാൻ പാരമ്പര്യമായിട്ട് അറിയണ ആളാണ്. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കൂല്ലേ? നിങ്ങൾക്ക് മാങ്ങണ്ടീനെ എന്താക്കറിയോ? മാങ്ങണ്ടാക്കറിയോ? അതെല്ലാവർക്കും അറിയും. എനിക്കും അറിയും. അല്ല മാജിക് അല്ലേ? മാജിക് ചില പാമ്പ് വിശപ്പിന്റെ മോനേട്ടാ നമ്മളിതിന്റെ വൈദ്യുതി പൊട്ടാണ് നമ്മള് വലിയ പാമ്പ എന്ന് പറഞ്ഞു കിട്ടിയോടപ്പാ. ഇതിപ്പോ ലോകം മുഴുവൻ കാണുന്നു. ഫേസ്ബുക്കിൽ ഒന്ന് കേട്ടാ ഫേസ്ബുക്കില് ലോകം മുഴുവൻ കാണട്ടെ. അടിക്കുമ്പോ കാട്ടിൽ വിട്ടും ജയിക്കൂല കക്കും കുറച്ചേരം ആട്. ഇത് ഓടിന്റെ കൂടുതൽ കാരണം ഇത് മുട്ടയുണ്ടാവുകൊണ്ട് ഓടാൻ പറ്റാതെ. എത്ര മുട്ട? 4 മുട്ടയുണ്ട് അതിനകത്ത്. ഓടിക്കാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല. 4 മുട്ടയുണ്ട്. ശരിയാക്കാം പൊള്ളിക്കാം. ആ മുട്ട അങ്ങോട്ട് പോകാം. ഞാൻ കക്കിക്കാൻ പറ്റും. പാമ്പിന്റെ വയറ്റിന്ന് മുട്ട താഴേക്ക് വരുന്നോ? കോഴിമുട്ട താഴേക്ക് വരുന്നോ? അത് നിങ്ങൾ അവർക്കാ പറഞ്ഞു കൊടുക്കണം. അവര് സ്ഥിരം വയ്ക്കണത് ഇങ്ങോട്ട് ഒഴിഞ്ഞാലും അങ്ങോട്ട് വരുമോ? ഉഴിയപ്പോ പിടിക്കണ്ടേ? അവിടെ തൊട്ടാ പണി റെഡിയാ. ഉഴിയാന് വരും വരും. ഇയാളുടെ പേരെന്താ? എന്റെ ഒരു മുസ്തഫ. മുസ്തഫ അല്ലേ? ആ വരുന്നുണ്ട്. ഞാനാണ് ശംസുദ്ദീന്റെ മൂത്ത മകൻ. എന്റെ താഴെ മുസ്താഖ്. യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഞാൻ ഒരുപാട് ഞാൻ കൊടുക്കും. ഒരു 10ാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് കിണറിലിറങ്ങി പാമ്പിനെ പിടിക്കുന്നത്. ഇപ്പൊ 34 വയസ്സായി. 10ാമത്തെ വയസ്സില് അന്നൊക്കെ പണ്ട് ഫാദറിന്റെ പാമ്പ് പിടിച്ചു കൊടുന്ന അടിയാ. വീട്ടില് കൊടുന്നാലേ എന്തൊരു കുട്ടിക്കാലല്ലേ നമുക്കിത് അറിയില്ലല്ലോ. നമ്മള് ആളുമ്പോ ഇൻട്രസ്റ്റ് കൊണ്ട് കൂടി പോയി പിടിക്കും. എന്നിട്ട് പാമ്പിനെ പിടിച്ച വീട്ടിൽ വെച്ച അടിയാണ്. അങ്ങനെ ആകുമ്പോ വാപ്പാനോട് പറയാണ്ട് വീട്ടില് ടൗസർ കടിച്ചിട്ടില്ല. പാപ്പനെ കടിച്ചിട്ടുണ്ട് ഒരിക്കൽ. പിടിച്ച പാമ്പിന്റെ കണക്കില്ല. അതിനുള്ള മരുന്ന് ഇവിടെ കയ്യിലുണ്ട്. മരുന്നുണ്ട്. പറ്റുന്നുണ്ട് പാരമ്പര്യമായിട്ട്. അപ്പൊ എവിടെ പാമ്പ് നിങ്ങൾ മരുന്ന് കിട്ടും? വരാറുണ്ട് ഒരുപാട് ആൾക്കാർ പാമ്പ് എടുത്തിട്ട് ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ ചെയ്തു. പണ്ട് ഉപ്പപ്പാടെ കാലഘട്ടത്തിലൊക്കെ വിഷം ഇറക്കിയിരുന്നു പച്ചമരുന്നായിട്ട്. ഇപ്പല്ല. ഇപ്പൊ ഒന്നാമത്തെ മരുന്ന് കിട്ടാല്ല. അതാണ് പച്ചമരുന്നിന് പവറുണ്ട്. പാമ്പ് കടിച്ചാൽ ഒരു കാലഘട്ടത്തില് ഇംഗ്ലീഷ് മരുന്നുകൾ ഇല്ലല്ലോ. പണ്ട് കാലഘട്ടങ്ങളിൽ ഇപ്പൊ ടിവിയിലൊക്കെ അന്ന് ഞാനൊരു അഭിമുഖം കേട്ടാ പച്ചമരുന്നില് പാമ്പ് കടിച്ച വിഷം പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെ തെറ്റാണ്. ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പഴയ കാലഘട്ടങ്ങളിൽ പച്ചമരുന്ന് കൊണ്ട് തന്നെയാണ് പഴയ ആൾക്കാർ രക്ഷപ്പെട്ടിരുന്നത്. അത് എടുത്തോട്ടോ ആണെങ്കിൽ മൂവി എടുത്തോട്ടോ. അത് നല്ല അളകെടുത്ത് കൈകാലം ഇളകാണ്ടിരിക്കും. അത് ശരിക്കും വിഴുങ്ങണ ഫീല് വരും. നമുക്ക് എടുക്കണമെങ്കിൽ മുട്ട വിഴുങ്ങുന്ന ഫീൽ. അളകരുത്. കൈകാലം ഇളകിയ നിർത്തുവാനാ. ചിലത് പൊട്ടി 2 പൊട്ടി. ഉപ്പിയൊക്കെ ഉണങ്ങി. ഹലോ. ഞാൻ അവിടെ വൈഫുണ്ടല്ലോ അവിടെ അല്ലേ? വീട് പൊട്ടിരിക്കണോ? അതാ വരുന്നു. അവിടെ ഒറ്റ മിനിറ്റ്. വരും അവിടെ. ഒറ്റ മിനിറ്റ്. കറുപ്പല്ല സാധനം കുറച്ച് ഡേഞ്ചറസ് ആണ്. അവര് വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെ ടി വിയിലെ കാണുന്നു. ഞാൻ അങ്ങോട്ട് വരാം. വീട്ടിലെത്തിയിട്ടുണ്ട്. ഒരു നാക്കിൽ
ഒരു മിനിറ്റ് കേട്ടെ ഒരു ബസ്സിലെടുക്കട്ടെ ഇല്ല കേട്ടെ കേട്ടെ അല്ലേ അല്ലല്ല അങ്ങനെ കേറിയാൽ ചുരുളാൻ പറ്റില്ല അതിന് വേറെ ഐഡിയ ഉണ്ട് എത്തിയിട്ടാ ഒന്നും അവിടെ എത്തിയതാ മിനിറ്റ് അത് വരും അവിടെ വെയിറ്റ് ചെയ്യും അവിടെ വെയിറ്റ് ചെയ്യൊരു മിനിറ്റ്